റേഷൻ കടകളിൽ പരിശോധനയ്ക്കൊരുങ്ങി സിവിൽ സപ്ലൈസ് വകുപ്പ്. ഭക്ഷ്യധാന്യങ്ങളുടെ അളവും തൂക്കവും പരിശോധിക്കും. ബിൽ പ്രകാരമുള്ള അളവിലും തൂക്കത്തിലും അപാകതയുണ്ടായാൽ റേഷൻ കടകൾക്കെതിരെ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കും. ഉദ്യോഗസ്ഥർ പ്രതിമാസം 5 കടകളെങ്കിലും പരിശോധന നടത്തി ജില്ലാ സപ്ലൈ ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശം. വിവരങ്ങൾ ഷിജോ കുര്യൻ നൽകും. ഷിജോ, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഉത്തരവിൽ പറയുന്നത്? റേഷൻ കടകളിൽ നൽകുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അളവും തൂക്കവും പരിശോധിക്കണമെന്ന് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നിർദ്ദേശം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ കടകളിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അളവും തൂക്കവും പരിശോധിക്കാൻ ഇപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പ് ഒരുങ്ങുന്നത്. ജില്ലാ സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള ടീമായിരിക്കും ഈ റേഷൻ കടകളിൽ നൽകുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അളവും തൂക്കവും പരിശോധിക്കുക. റേഷൻ കടകളിൽ നിന്ന് ഭക്ഷ്യധാന്യം വാങ്ങിപ്പോകുന്ന ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഈ ഭക്ഷ്യധാന്യങ്ങളുടെ അളവും തൂക്കവും കൃത്യമായിട്ട് പരിശോധിക്കും. ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപാകതയോ കൃത്രിമമോ വരുത്തിയാൽ റേഷൻ കടകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിക്കുന്നത്. റാൻഡമായിട്ട് പരിശോധന നടത്താനാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. പ്രതിമാസം ഏറ്റവും കുറഞ്ഞത് ഉദ്യോഗസ്ഥർ 5 റേഷൻ കടകളിൽ കൃത്യമായിട്ട് പരിശോധന നടത്തണം. അതുപോലെ ഉപഭോക്താക്കളുടെ വീട്ടിലെത്തി ഇക്കാര്യങ്ങൾ പരിശോധിക്കണം. ഉപഭോക്താക്കളുടെ മൊഴി കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അതാത് മാസം നടത്തുന്ന പരിശോധനയും അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്നും ഇപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം നടക്കുന്നുണ്ട് എന്നുള്ള വ്യാപകമായിട്ടുള്ള പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത് എന്നുള്ള കാര്യമാണ് നിലവിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിക്കുന്നത്. ന്യായവില ഷോപ്പുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ഉപഭോക്താക്കൾക്കും നൽകണം. അവർ കാർഡിന് അർഹതപ്പെട്ട ധാന്യങ്ങൾ നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് എന്നുള്ള വിശദീകരണം കൂടി സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരു പരിശോധനയ്ക്കെതിരെ ഇപ്പോൾ റേഷൻ വ്യാപാരികൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. NFSI ഗോൾഡ് വണ്ണിലടക്കം പരിശോധന നടത്താതെ ഇത്തരത്തിൽ റേഷൻ കടകളിൽ നിന്ന് ധാന്യങ്ങൾ വാങ്ങിപ്പോകുന്ന ഉപഭോക്താക്കളെ വഴിയിൽ തടഞ്ഞു നിർത്തി പരിശോധന നടത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്നുള്ള നിലപാടിലാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ. എന്തായാലും സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ഇത്തരത്തിൽ പരിശോധന നടത്താൻ തന്നെയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അജി.